റീതിങ്കിങ് ക്യാപിറ്റൽ, റിസ്ക് റിട്ടേൺ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെഷനിലോട്ട് കടക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പീക്കറായിട്ട് നമ്മൾ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് Mr. Shibli Rahman KP, the founder and chairman of RAC Group. At age 12, he was an office boy. By 10th grade, a turnaround specialist. Shibli Rahman didn't just join the business world, he mastered it before he even grew up. Today, as the founder of RAC, he commands a 20-venture conglomerate. But his greatest achievement isn't just his own success. It's building the foundation for others. With a 10-story innovation hub and a unique incubation model, RAC provides capital, mentorship, and a home for over 300 rising startups. From Vailathur to the global stage, Shibli Rahman, the architect of dreams, empowering the next generation of leaders. Good evening. Assalamu alaikum. First of all, I'm truly grateful for this opportunity. ഇന്നിവിടെ വന്ന് സംസാരിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് പ്രൗഡായിട്ട് നിൽക്കുകയാണ്. ഞാനൊന്ന് വിഷയം ഇവിടെ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ CEO ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചും കേരളത്തിൻ്റെ ഗ്രോയിങ് എക്കോണമിയെ കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ടാപ്പ് ഇൻ ചെയ്തു. നമ്മൾ ഓരോരുത്തരും ബിസിനസ് ഓണേഴ്സാണ്, അല്ലെങ്കിൽ SME ബിസിനസ് ഓണേഴ്സാണ്, അല്ലെങ്കിൽ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഓൺടർപ്രണേഴ്സ് ഉണ്ട്. നമ്മളുടെ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ ബിസിനസ്സിൽ തന്നെ ബിസിനസ് ഗ്രോ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടോ നിൽക്കുന്നതായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലോട്ട് 2 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയും ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, ഒരു അനദർ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ, റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത് പറയുന്നൊരു സംഗതി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേഷൻ. നിലവിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും, നിലവിൽ നമ്മൾ സ്റ്റാർട്ടപ്പ്സ് ചെയ്തിട്ടുണ്ടാവാം, ബിസിനസ് ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഇൻകം സോഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ നമ്മൾ സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുക എന്ന രീതിയിൽ ഒരു പർപ്പസിലായിരിക്കും. ഇതിൽ രണ്ടിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബിസിനസ്സിലും നമ്മളുടെ പ്രോസസ്സുകളിലും നമ്മളുടെ ഇൻഡസ്ട്രിയിലും ഡീപ്പ് ഡൈവ് ചെയ്ത് അതിൽ സ്റ്റെക്കായിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് പുതിയൊരു ബിസിനസ് ഇതിൻ്റെ കൂടെ പാരലലി തുടങ്ങുക എന്ന് പറയുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെ നോക്കുന്നതും, അതുപോലെ തന്നെ ഒരു പാസീവ് ഇൻകം രീതിയിൽ, അല്ലെങ്കിൽ ഓപ്പറേഷണലി നമ്മളതിൻ്റെ ബേർഡൻ അറിയാത്ത രീതിയിൽ നമ്മളുടെ മണി വർക്ക് ഫോർ യു കൺസെപ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, 3 കാര്യങ്ങളാണ് അവിടെ റഡാറിലുള്ളത്. അതാണ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. റിസ്ക്, റിട്ടേൺസ്, റെസ്പോൺസിബിലിറ്റി. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു മെഷറബിൾ ആയിട്ടുള്ള റിസ്ക്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യലി മെൻ്റലി ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് ആസ്പെക്റ്റ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് ക്ലാസ്സിനുള്ളത് എന്നുള്ളത് നമ്മൾ ഏറ്റവും ബേസായിട്ട് ഫൗണ്ടേഷനായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തൊരു സംഗതി ഇതിൻ്റെ റിട്ടേൺസ് ആണ്. ഓഫ് കോഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ലോങ് ടേം ആയിട്ടോ ഷോർട്ട് ടേം ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ആയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള റിട്ടേൺസ് അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്കസ്ഡ് ആയിരിക്കും, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് ഡിസ്കസ്ഡ് ആയിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലും മിസ് ചെയ്ത് പോകുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹു ഓൺസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ബോത്ത് തിങ്സ് എന്നുള്ളതാണ്. ഈ റിസ്കിൻ്റെയും റിട്ടേൺസിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആരാണ് ഓൺ ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണോ, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഫെസിലിറ്റേഷൻസ് ആണോ, അല്ലെങ്കിൽ വട്ടെവർ ആ ഒരു പ്ലാറ്റ്ഫോംസ് ആണോ? ആ റെസ്പോൺസിബിലിറ്റി ആരാണ് പൂർണ്ണമായി ടേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ മുന്നിലാണ് പലപ്പോഴും എന്തെങ്കിലും ഒരു ഡിസ്പോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ അസറ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂലോ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളതും നമുക്കവിടെ ഒരു കോൺഫിഡൻസും ട്രസ്റ്റൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. ആ റെസ്പോൺസിബിലിറ്റി ടേക്കപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്നൊരു സംഗതി. ശരിക്കും നമ്മളിവിടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രഡീഷണൽ കൺവെൻഷണൽ മെത്തേഡ് ബിസിനസ്സുകളിൽ അടുത്തൊരു സ്റ്റേജിലോട്ട് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടുന്ന് പുറത്ത് നമ്മൾ സംസാരിച്ച സമയത്താണ് ഇവിടുന്ന് ഒരു ബിസിനസ് ഓണർ സംസാരിക്കേണ്ടായി. 2nd ജനറേഷൻ ബിസിനസ് ഓണറാണ്. ആളുടെ ഉപ്പ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ആളിപ്പോൾ ഇവിടെ വീണ്ടും 2nd ജനറേഷൻ ടേക്കപ്പ് ചെയ്ത് ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയും.
അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് പോസ്റ്റ് കോവിഡിൽ വന്നിട്ടുള്ള ബിസിനസ്സിൽ വന്നിട്ടുള്ള പാറ്റേൺ ചേഞ്ചസ് ആണ്, മാർക്കറ്റിൽ വന്നിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസുകളാണ്. സോ ഇവിടെ നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള സെഷൻസുകളിലാണെങ്കിലും സംസാരിച്ചു വന്ന കാര്യങ്ങളിലാണെങ്കിലൊക്കെ സസ്റ്റൈനബിലിറ്റി പ്ലസ് സ്കെയിലബിലിറ്റി എന്നുള്ള 2 ടേംസാണ് നമ്മളവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നിലവിൽ നമ്മൾ റണ്ണ് ചെയ്യുന്ന ബിസിനസ്സിനെയാണെന്നുണ്ടെങ്കിലും അടുത്തൊരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്കെയിലബിൾ ഓപ്ഷൻ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിലവിലുള്ള കൺവെൻഷണൽ മോഡലിൽ തന്നെ ഏതൊക്കെ തരത്തിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ സ്കെയിലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കാൻ വേണ്ടി പറ്റും. സ്കെയിലബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അതിലേറ്റവും കൂടുതൽ വന്നിട്ടുള്ള പ്രൊജക്ട്സുകൾ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളാണ്. ഇന്ന് സൗദി ഗവൺമെൻറ്റിൻ്റെ കേസിലൊക്കെ നോക്കുന്ന സമയത്ത് ഓൺടർപ്രണർഷിപ്പ് വിസ പോലത്തെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന, എസ്പെഷ്യലി ടെക് എനാബിൾ ചെയ്തിട്ടുള്ള, എനാബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അത്തരം ടെക്കുകൾ കാണുന്നുണ്ടെങ്കിലും ഡിജിറ്റലൈസ് ചെയ്ത് ടെക് എനാബിൾ ചെയ്ത് ടെക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡൽസിനൊക്കെ അക്സെപ്റ്റൻസ് ഉള്ളൊരു മാർക്കറ്റിലും കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. സോ സൗദിയെക്കുറിച്ച് അറിയുന്ന, സൗദി മാർക്കറ്റിൽ കാര്യമായി കഴിഞ്ഞ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തു വരുന്ന ആളുകൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ടേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള സ്കെയിലബിൾ മോഡൽസുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സുകൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നോക്കാമെന്നുള്ളതാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് സംസാരിച്ച സമയത്തും സൗദിയിലെ യങ് ഓൺടർപ്രണേഴ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടായി. അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, അതിലവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ തന്നെ നമ്മൾ കേരളത്തിലോട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി കേരള ടു ഗ്ലോബൽ എന്നുള്ളൊരു മോഡലിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സൗദി PIF ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്സുകൾക്ക് ആപ്ലിക്കേഷൻസ് ചെയ്യാനും ആ പോർട്ടൽ ത്രൂ ഫണ്ടിങ് ഫെസിലിറ്റേഷൻസ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു എക്കോസിസ്റ്റം അവിടെ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിലോട്ട് നമുക്ക് ഒരു പരിധിക്കപ്പുറത്തോട്ട് ചിലപ്പം ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ തന്നെ ബിസിയറാണ്, നമ്മളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ബിസിയറാണ്. സോ നമുക്കതിൻ്റെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയം ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സോഴ്സിൽ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ക്യാപിറ്റലിൻ്റെ കുറവല്ല അല്ലെങ്കിൽ ലാക്ക് ഓഫ് മണി അല്ല പ്രശ്നം. ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്നതിനും ബിസിനസ്സിനുള്ള ഫണ്ടിങ്ങിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രോജക്ട്സുകൾക്കുള്ള ഫണ്ടിങ്ങിനാണെന്നുണ്ടെങ്കിലും ലാക്ക് ഓഫ് ക്യാപിറ്റൽ അല്ല നമ്മളുടെ പ്രശ്നം. അവിടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്, ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്. ഇത് രണ്ടും ഓൺ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ റെസ്പോൺസിബിലിറ്റി ടേക്കപ്പ് ചെയ്യുന്ന റിസ്ക്കും റിട്ടേൺസും റെസ്പോൺസിബിലിറ്റിയും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് കോൺഫിഡൻസും അതുപോലെ തന്നെ ട്രസ്റ്റും തരാൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിലൂടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും നല്ലൊരു വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. കേരളത്തിലോട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കണക്കുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറും കൂടി കഴിയുമ്പോൾ 3,03,476 കോടി രൂപയാണ് NRI റെമിറ്റൻസ് ആയിട്ട് നമ്മളുടെ കേരളത്തിൽ മാത്രം നമ്മൾ NRIസിൻ്റെ ക്യാപിറ്റൽ ഫ്ലോ ഉള്ളത്. അതായത് NRI ഡെപ്പോസിറ്റ്സിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്യാഷ് ഫ്ലോ. കഴിഞ്ഞ ക്വാർട്ടറിലാണത് 3 lakhs ക്രോസ് ചെയ്ത് 2 lakh സംതിങ് ആയിരുന്നു, 2 lakh സംതിങ് ക്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം 16,000 കോടി രൂപയാണ് ക്യാപിറ്റൽ ഇൻഫ്ലോ വന്നിട്ടുള്ളത്, എക്സസ് വന്നിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. റുപ്പീസിൻ്റെ റേറ്റ് കുറയുന്നുണ്ട്, റെമിറ്റൻസ് കൂട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നോക്കുന്ന സമയത്ത് കേരളത്തിലോട്ട് ആളുകൾ മണി ഫ്ലോ കൊണ്ടുവരുന്നു എന്ന് പറയുമെങ്കിലും ഇതിനെ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് അൺപ്രൊഡക്റ്റീവാണ്, അൺയൂട്ടിലൈസ്ഡ് ആണെന്നുള്ളതാണ്. വിച്ച് മീൻസ് അവിടെ ബാങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരം എക്കോസിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിലും പ്രോജക്ട്സുകളിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സുകളിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന 3 ടേംസുകൾ റിസ്ക്, റിട്ടേൺസ്, റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്ന പ്രൊജക്ട്സുകളിലും സിസ്റ്റംസിലൂടെയും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ ഈ അൺപ്രൊഡക്റ്റീവായിട്ട് കിടക്കുന്ന ക്യാപിറ്റലിനെ നമുക്ക് കേരളത്തിൻ്റെ എക്കണോമിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ നമുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബിഗ് എക്കോണമിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. നേരത്തെ ഹൈലൈറ്റ് ഗ്രൂപ്പ് CEO സംസാരിച്ച പോലെ തന്നെ മോർ ദാൻ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളതിലൊരു അസറ്റ് ഗെയിൻ, റിട്ടേൺ, നമ്മളുടെ സെക്യൂരിറ്റി, നമ്മളുടെ എക്സിറ്റ് എന്നതിലൊക്കെ അപ്പുറത്തോട്ട് ഒരുപാട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ ഒരുപാട് ഫാമിലീസിനെ എംപവർ ചെയ്യാനും നമ്മുടെ നാട്ടിൽ ബെറ്റർ എഡ്യൂക്കേഷൻ, ബെറ്റർ ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാനും അവിടെ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ്, അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റുക എന്നുള്ളത് വളരെയധികം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെയൊക്കെ ഒരു സെക്കൻഡ് ജനറേഷന് ഇപ്പോൾ ഇവിടെ തന്നെ വളർന്നിട്ടുള്ള ഫാമിലീസ് ഉണ്ടാവാം, ഇവിടെ തന്നെ വളർന്നിട്ടുള്ള കുട്ടികളുണ്ടാവാം, എന്നെപ്പോലെ യങ് ആയിട്ടുള്ള നിങ്ങളുടെയൊക്കെ മക്കളുണ്ടാവാം.
അവരെ നാട്ടിലോട്ട് പറഞ്ഞയൊക്കെയാണെങ്കിൽ നാട്ടിൽ അവരൊരു ബിസിനസ് തുടങ്ങുന്ന സാഹചര്യത്തിലോട്ട് പോകുന്ന സിറ്റുവേഷനിൽ അവർക്ക് അവിടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ ജീവിച്ചു വന്നൊരു ലൈഫ് സ്റ്റൈലിൽ അവിടെ ജീവിക്കാനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അബ്രോഡ് സ്റ്റഡീസിലോട്ടൊക്കെ തിരഞ്ഞെടുത്ത് പോകുന്ന ആളുകളെ നോക്കുന്ന സമയത്തും അതേ പ്രോബ്ലം തന്നെയാണ് ഇവരെ തിരിച്ചു വിളിക്കുന്നതിലോട്ട് നമുക്ക് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. അത് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അത്തരത്തിൽ എക്കോസിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ വരുന്ന ഒരു സിനാരിയോ നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും NRI ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ കിടക്കുന്ന ഈ ഒരു ക്യാഷ് ഇൻഫ്ലോ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും. ആ മാറ്റങ്ങളുടെ ഭാഗമാവാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം മെയിനായിട്ട് ഈ ഒരു അൺപ്രൊഡക്റ്റീവ് മണി ഇൻഫ്ലോനെ കുറിച്ചാണ്. 3 ട്രില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല. ഒരു കംപ്ലീറ്റ് എക്കോണമീനെ ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയൊരു ക്യാപിറ്റൽ പൂളാണ്. ഇതിനെ ട്രസ്റ്റബിൾ ആയിട്ട്, ഇതിനെ സേഫായിട്ട്, സെക്യൂർഡ് ആയിട്ട്, മാനേജ്ഡ് റിസ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് സ്റ്റഡി ഫ്ലോ ഓഫ് റിട്ടേൺസ് അല്ലെങ്കിൽ ലോങ് ടേം റിട്ടേൺസ്, ഷോർട്ട് ടേം റിട്ടേൺസ് ഗെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ചെയ്തിട്ടുള്ള അസറ്റ് ക്ലാസ്സുകൾ, ഓഫ് കോഴ്സ് റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റിൽ തന്നെ അടുത്ത ഒരു സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളിതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് ഈ ക്യാഷ് പ്രത്യേകിച്ച് എവിടേക്ക് മൂവ് ചെയ്യുന്നില്ല? കാരണം മണി എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മൾ വെള്ളം പോലെയാണ്. ഇതൊരു പാത്രത്തിലെടുത്ത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാനിഷായി പോകും, പ്രത്യേകിച്ച് ഫ്ലോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. മണി ഫ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് പറയാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാഷ് ഇൻഫ്ലോ, അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, നമുക്കറിയാം. അതിനനുസരിച്ച് നമ്മുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പിക്ചർ നമുക്ക് അവിടെ ഉണ്ട്. സ്റ്റിൽ നമ്മൾ എന്ത് ലാക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ട്. ഒരു സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വൺ ഓഫ് ദ ബിഗസ്റ്റ് അസറ്റ്സ് ആണ് ലാൻഡ്സ്. ആൻഡ് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഹൈക്ക്, ഷൂട്ടപ്പ് ആയിട്ടുള്ള ഗോൾഡ് പ്രൈസ്, ഇതെല്ലാം ഈ ഒരു മണി ഇൻഫ്ലോ പ്രത്യേകിച്ച് അസറ്റുകളിലോട്ട് മൂവ് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ്, അസറ്റ് ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ലാൻഡ് വാങ്ങിയിടുക എന്നുള്ള അപ്പുറത്തോട്ട് ലാൻഡിൽ വരുന്ന പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക, അത്തരത്തിൽ എക്കോസിസ്റ്റം പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യുന്ന കമ്പനീസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ വലിയൊരു ഫാക്ടർ അവിടെ ഉള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്കാമുകളാണ് അല്ലെങ്കിൽ ഫ്രോഡുകളാണ്. കാരണം നമ്മളൊക്കെ പ്രീവിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പറ്റിക്കപ്പെടലുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ ഇനിയും കുറേയൊക്കെ ഡെവലപ്പ് ആവാനുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മളൊരു ഡ്യൂ ഡിലിഗൻസോ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് എന്തെങ്കിലും ഒരു ചെക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു 4 ചോദ്യങ്ങളെങ്കിലും ചോദിച്ചിട്ടല്ല നമ്മൾ പലപ്പോഴും പല ഇൻവെസ്റ്റ്മെൻറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്തിലോട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, നമുക്കുള്ള റവന്യൂ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതിലെ റിസ്ക് എങ്ങനെയാണ് നമുക്ക് വരുന്നത്, ഇതിൻ്റെ ഒരു വേഴ്സ്റ്റ് സിനാരിയോ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെയോ അറിയാതെയോ പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. കൂടുതലും എമോഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ്, മൗത്ത് ടു മൗത്ത് ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം റൺ ആവുന്നതെന്നുള്ളതാണ്. ഇത് കാരണത്താൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്ന ഒരു സിനാരിയോ കേരളത്തിലുണ്ട്. ഈസിലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇതിനെയും നമുക്ക് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അതിന് റെസ്പോൺസിബിൾ ആണ്. നമ്മൾ തന്നെ നാട്ടിലൊരു ഇനീഷ്യേറ്റീവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന പോലെ സ്കാം ഫ്രീ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു ട്രെയിനിങ് ആൻഡ് അവയർനെസ് പ്രോഗ്രാം ഒക്കെ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫിയർ ഫാക്ടറിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കൺട്രീസിലാണെങ്കിലും എവിടെയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മൾ എസ്പെഷ്യലി ഇൻ മലബാർ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളിൽ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 35% മലബാറിലാണ് കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ 3 ലക്ഷം കോടി എമൗണ്ടിൻ്റെ സംതിങ്. ആൻഡ് ഇത്തരത്തിലുള്ള വലിയൊരു ക്യാപിറ്റൽ പൂളിനെ വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ, ആ കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അവിടെയുള്ള ഫിയർ ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് സൊസൈറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇത് ബിൽഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്നുള്ളത് തന്നെയാണ് അതിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യം. ആൻഡ് എനിക്ക് പറയാനുണ്ടായിരുന്നതും സംസാരിക്കാനുണ്ടായിരുന്നതും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൺസ് അഗെയിൻ പറയാണ്, ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. കാരണം എനിക്കിന്ന് ഈ ഒരു വേദിയിൽ വെച്ചൊരു റെക്കഗ്നീഷൻ, റെപ്രസെൻറ്റേഷൻ എൻ്റെ കമ്പനി റെപ്രസെൻറ്റ് ചെയ്ത് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ഈ ഒരു വേദിയിൽ നിന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഇത്രയും ആളുകളിലോട്ട് ഞാൻ നിലവിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏരിയാസിൽ ഞാൻ എൻ്റെ മെയിൻ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ആയാലും ഇൻവെസ്റ്റേഴ്സ് ആയാലും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവർ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചത്. സോ
Thank you for this great opportunity, and Media One and all partners and sponsors and all delegates here. Assalamu alaikum. Thank you, Shibli.